ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങയ്ക്ക് നിർദ്ദേശം 1A പ്രകാരമുള്ള വിശദീകരണം നൽകാവുന്നതാണ്. സർ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസ്താവനയെ സംബന്ധിച്ച് ഞാനൊരു പ്രിവിലേജ് മോഷൻ ഇവിടെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാർ, ഇവിടെ വസ്തുതാപരമായി നഗരസഭയിൽ നടത്തിയ റിപ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. 10/2/2025 ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നടത്തിയ ഒരു സബ്മിഷന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയ ഒരു മറുപടി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കോട്ടയം നഗരസഭയിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടുകളാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രസ്താവന നടത്തിയതായിട്ട് ഇവിടെ നിയമസഭാ റെക്കോർഡുകളിലുണ്ട്. വസ്തുതാപരമായ മറുപടി നഗരസഭാ സെക്രട്ടറിയിൽ നിന്ന് 7/2/2025 തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാഷ് കൗണ്ടറിലെ കളക്ഷൻ തുക സാഖ്യ സോഫ്റ്റ്വെയറിലേക്ക് പേയ്മെൻറ്റ് നടത്തിയ അവസരത്തിൽ ഉണ്ടായ ഒരു ക്ലറിക്കൽ പിശക് മാത്രമാണെന്നും അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അന്ന് തന്നെ റിവേഴ്സ് എൻട്രി ചെയ്തിട്ടുള്ളതും റിപ്പോർട്ട് ചെയ്യുകയും കാഷ് ബുക്കിൻ്റെ പകർപ്പ് പരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ള മറുപടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺട്രാ എൻട്രി എന്നത് പുതിയ വരവ് ചെലവുകളോ അല്ലാത്തതും നഗരസഭയുടെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലെ വരവ് ചെലവുകൾ പരസ്പരം മാറ്റങ്ങളുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സാഖ്യ സോഫ്റ്റ്വെയറിലെ കോൺട്രാ എൻട്രി വരുത്തുന്നത്. സർ, ഇവിടെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം 18/10/2023 കാഷ് കൗണ്ടറിൽ കളക്ഷൻ തുക സാഖ്യ സോഫ്റ്റ്വെയറിലേക്ക് കോൺട്രാ എൻട്രി നടത്തിയ സമയത്ത് പിശക് സംഭവിച്ചിരുന്ന 176,46,3229 രൂപ എന്ന് രേഖപ്പെടുത്തുകയുണ്ടായി. ഈ പിശക് മനസ്സിലാക്കി അന്ന് തന്നെ ഇവർ മറുപടി കൊടുത്തു എന്നുള്ളതാണ് റെക്കോർഡിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, അതിനെ കോൺട്രാ എൻട്രി റിവേഴ്സ് ചെയ്തപ്പോൾ 176,46,3229 എന്ന് ചേർക്കേണ്ടതിന് പകരം 39 എന്ന് 10 രൂപയുടെ വ്യത്യാസം വന്നതായിട്ടാണ് റിപ്പോർട്ടിനകത്ത് ഞാൻ കാണുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ നടത്തിയ മറുപടി എൻ്റെ അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ കോപ്പി എൻ്റെ അടുത്തുണ്ട്. സാർ, നമ്മളുടെ ഈ നിയമസഭാ വേദി ഇതുപോലൊരു കാര്യത്തിൽ ഇവിടെ വിനിയോഗിക്കാമോ എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിൽപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ തന്നെ നേരിട്ടറിയാവുന്ന ആൾ, അദ്ദേഹത്തിന് തന്നെ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റൂട്ട് വഴി കൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിന് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു മറുപടി വന്നത് അത്യധികം ഖേദകരമാണ്, ദുഃഖകരമാണ്, പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് ഇത് എടുക്കണം, അത് പ്രിവിലേജ് കമ്മിറ്റി. സർ, ബഹുമാന്യനായ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞതുപോലെ ഒരു 10 രൂപയുടെ പെശക്, ക്ലറിക്കൽ പെശകല്ല കോട്ടയം നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ബഹുമാന്യനായ തിരുവഞ്ചൂരിനെ പോലൊരു മുതിർന്ന അംഗം വളരെ ഗൗരവമായിട്ടുള്ളൊരു ക്രമക്കേടിനെ എന്തിനാണ് ഇങ്ങനെ ലളിതവൽക്കരിച്ചും ലഘൂകരിച്ചും അവതരിപ്പിക്കുന്നത് എന്ന്. സർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം ഫിനാൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗം 4/2/2025 മുതൽ 7/2/2025 വരെ നടത്തിയ പരിശോധനകളുടെ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അത് മുഴുവൻ ഇവിടെ പറയുന്നില്ല, പക്ഷേ ഗൗരവമായിട്ടുള്ള ക്രമക്കേടുകളാണ് ആ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രീ തിരുവഞ്ചൂരിവിടെ പറഞ്ഞത് കോട്ടയം നഗരസഭ കൊടുത്ത വിശദീകരണമാണ്. ഈ ക്രമക്കേടിന് മുഴുവൻ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ കൊടുത്ത വിശദീകരണം അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കുകയും അതാണ് ശരി എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഞാൻ പറയട്ടെ, ഇവിടെ എൻ്റെ മുമ്പിൽ അന്വേഷണ റിപ്പോർട്ട് എൻ്റെ കയ്യിലിരിക്കുകയാണ്. 2019-20, 2020-21, 21-22, 22-23 വർഷങ്ങളിൽ നടത്തിയ ഓഡിറ്റിനെ തുടർന്ന് കോട്ടയം നഗരസഭയ്ക്ക് ലഭ്യമാക്കിയ റിപ്പോർട്ടുകളിന്മേൽ നിയമപ്രകാരം 2 മാസത്തിനകം മറുപടി തയ്യാറാക്കി നഗരസഭാ കൗൺസിൽ അംഗീകാരത്തോടെ കോട്ടയം നഗരസഭ നൽകിയതായി കാണുന്നില്ല. ഈ റിപ്പോർട്ടുകളിൽ ചെക്കുകൾ സമയബന്ധിതമായി ബാങ്കിൽ സമർപ്പിക്കുന്നതിലും ഗുരുതരമായ വീഴ്ചകൾ ഉള്ളതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. റെക്ടിഫിക്കേഷൻ നടപടികൾ കോട്ടയം നഗരസഭ ഈ വിഷയത്തിൽ സമയബന്ധിതമായി എടുത്തിട്ടുള്ളതായി കാണുന്നില്ല. ഞാൻ വളരെ വിശദമായ റിപ്പോർട്ടാണ്. ചില പ്രസക്തമായ ഭാഗങ്ങൾ ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ ശുപാർശകൾ, നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ആവശ്യമായ തിരുത്തൽ നടപടികൾ കോട്ടയം നഗരസഭ യഥാസമയം സ്വീകരിച്ചിരുന്നെങ്കിൽ
അക്കൗണ്ട് സംബന്ധമായി നിലവിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമായിരുന്നു എന്നാണ് കാണുന്നത്. നഗരസഭയിലെ അക്കൗണ്ട്സ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജോലികൾ എല്ലാം തന്നെ ചെയ്യുന്നത് താൽക്കാലിക ജീവനക്കാരാണ്. ഇത് ശരിയായ നടപടിയല്ല. മുനിസിപ്പാലിറ്റിയുടെ അക്കൗണ്ടിൽ ഒരു വരവ് കോൺട്രാ വഴിയോ റസീത് വഴിയോ രേഖപ്പെടുത്തുകയും ആ തുക ബാങ്കിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുമ്പോൾ തൊട്ടടുത്ത മാസത്തെ റീകൺസീലിയേഷൻ വേളയിൽ ഈ തുകകൾ പരസ്പരം പരിശോധിച്ച് മ്യൂച്വൽ റീകൺസീൽ ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട്. കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ ഈ അടിസ്ഥാന കാര്യം പോലും റീകൺസീലിയേഷൻ വേളയിൽ ചെയ്തിട്ടില്ല. വരവ് വരുന്ന തുകകൾ ബാങ്കിൽ ലഭിച്ചാലും അവർ റീകൺസീലിയേഷൻ വിൻഡോയിൽ നിന്ന് നീക്കം ചെയ്യാറില്ല. ഇപ്പോൾ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ശുപാർശ. 172 കോടി രൂപയൊക്കെ ഒറ്റ എൻട്രിയായി രേഖപ്പെടുത്തുമ്പോൾ ഒരു ശ്രദ്ധയും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ക്രമക്കേടുകൾ എണ്ണി ചൂണ്ടിക്കാണിക്കുകയാണ് സർ. നഷ്ടം വരുന്നത് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്ത ജീവനക്കാർക്കെതിരെ, അതായത് നഷ്ടം എത്ര വന്നിട്ടുണ്ടെന്ന് കണക്കാക്കാൻ പോലും പറ്റാത്ത തരത്തിലാണ് ഇത് അത്ര നിരുത്തരവാദപരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധത്തിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്ത ജീവനക്കാർക്കെതിരെയും ഏതൊക്കെ സ്ഥാപനങ്ങളാണ് തുക ഒടുക്കിയതെന്നും ഇനി ആരൊക്കെ ഒടുക്കാനുണ്ടെന്നും കൃത്യമായി പരിശോധിച്ച് അക്കൗണ്ട്സ് വിഭാഗത്തെ സഹായിക്കാതിരുന്ന ബന്ധപ്പെട്ട റവന്യൂ വിഭാഗം ജീവനക്കാർക്കെതിരെയും നടപടി സ്വീകരിക്കേണ്ടതാണ്. ബാങ്ക് അക്കൗണ്ടിൽ വരവ് വന്ന തുകകൾ ആരുടെയൊക്കെയാണ് എന്ന് കൃത്യമായി പരിശോധിക്കാതെ വർഷങ്ങളായി വന്ന തുക എല്ലാം കൂടി ഒരു മുൻകാല ഹെഡിൽ ഒറ്റയടിക്ക് രസീത് ചെയ്ത് വഴി തുക ഒടുക്കിയവർ ആരൊക്കെയെന്നും ഒടുക്കാനുള്ളവർ ആരൊക്കെയെന്നും മനസ്സിലാക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥിതിയാണ്. നഗരസഭയിലെ അക്കൗണ്ട് സംവിധാനം വർഷങ്ങളായി കുത്തഴിഞ്ഞു കിടക്കുകയാണ്. കോട്ടയം നഗരസഭയിലെ ജീവനക്കാരുടെ ശമ്പള ഇനത്തിൽ നിർബന്ധിത കിഴിവുകൾ എല്ലാ മാസവും കൃത്യമായി ബന്ധപ്പെട്ട ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് അടവാക്കുന്നില്ല. ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ധനകാര്യ പദ്ധതികൾ സംബന്ധിച്ച് അപാകത പരിഹരിക്കാൻ ഒരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അത് ചുമതലപ്പെടുത്തിയ നിയമപ്രകാരമല്ല, അതും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. നിയമപ്രകാരമല്ല, അവർ കൊടുത്ത റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഒപ്പില്ലാത്ത റിപ്പോർട്ടാണ്. അതിൽ ഈ വീഴ്ചകളെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തെ ചുമതലപ്പെടുത്തി, അത് നിയമാനുസൃതമല്ല. അവർ റിപ്പോർട്ട് കൊടുത്തു സാർ, അത് ഒപ്പുപോലും ഇല്ലാത്ത റിപ്പോർട്ടാണ്. പ്ലീസ് മൈക്ക്. ഒരു സാർ, ഇതെല്ലാം ചെയ്തിട്ടുള്ളത് സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരല്ലേ, അത് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരെ വെക്കുന്നില്ലല്ലോ. അങ്ങയുടെ കീഴിലുള്ള ഇത് സാർ, വൈക്കേറിയസ് ലയബിലിറ്റി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ അവർ ചെയ്യുന്ന തെറ്റുകളുണ്ടെന്ന് വരില്ല. ആ തെറ്റുകൾ എവിടെ വരെ പോകും എന്നുള്ളത് അതിൻ്റെ ഡെഫിനിഷൻ നോക്കിയാൽ മനസ്സിലാവില്ലേ? അപ്പം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ചെയ്തിട്ടുള്ള കാര്യം അതിന് എലക്റ്റഡ് പ്രതിനിധികളുടെ തലയിലേക്ക് വെക്കുന്നത് എന്തിനാണ്? അവിടാണ് എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം ഇപ്പോൾ സർക്കാർ നമ്മളുടെ എന്തെല്ലാം രൂപത്തിൽ ഓഡിറ്റ് ഒബ്ജക്ഷൻസ് വരും. ആ ഓഡിറ്റ് പാര വരും, ഓഡിറ്റ് കൊറി വരും, അതിന് റിപ്ലൈ കൊടുക്കും. ആ റിപ്ലൈക്ക് സ്വാഭാവികമായിട്ടും ഒരു അവസാനം കേട്ടതിന് ശേഷം ഒരു ഫൈനാലിറ്റി വരും. ഇങ്ങനെയല്ലേ പോകുന്നത്? ഇവിടെ വരുന്നത് അങ്ങാണ് വകുപ്പ് മന്ത്രി, അങ്ങയുടെ താഴെയുള്ള ആളുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. ആ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരുത്തിയ ഇവിടെ ക്രമക്കേട് നടന്നിട്ടില്ല എന്നാണ് ബഹുമാന്യനായിട്ടുള്ള അംഗം പറയുന്നത്. ക്രമക്കേടാണ് എണ്ണി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്, നടന്ന ക്രമക്കേടുകൾ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലെങ്കിലും ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ അത് ഗൗരവത്തിലെടുക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോഴും അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ താല്പര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനിപ്പിക്കാം സാർ. 17 ഫിനാൻസ് മാനേജറുടെ സീനിയർ ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ആഭ്യന്തര പരിശോധനാ വിഭാഗം, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭ്യന്തര പരിശോധനാ വിഭാഗം നടത്തിയിട്ടുള്ള പരിശോധനയിൽ 17 അന്വേഷണ കുറിപ്പുകൾ സീനിയർ ഫിനാൻസ് ഓഫീസർ കോട്ടയം നഗരസഭാ സെക്രട്ടറിക്ക് നൽകിയിരുന്നു. അതിൽ 7ാമത്തെ കുറിപ്പിന് കോട്ടയം നഗരസഭാ സെക്രട്ടറി നൽകിയ മറുപടി മാത്രമാണ് ശ്രീ തിരുവഞ്ചൂർ ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ബാക്കി 16 കുറിപ്പുകളുടെ മറുപടിയൊന്നും ഇവിടെ പരാമർശിച്ചിട്ടില്ല. പ്രസ്തുത മറുപടികൾ ആരോപണ വിധേയമായ കോട്ടയം നഗരസഭാ സെക്രട്ടറി നൽകിയതാണ്, ഈ പറഞ്ഞ മറുപടി. അപ്പോൾ ഇത് അന്തിമമല്ല, മറുപടി ഭാഗികമാണ്. ഇനിയും പരിശോധനകൾ ആവശ്യമാണ്. തുടർ പരിശോധനയ്ക്ക് വേണ്ടി സീനിയർ ഫിനാൻസ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള ടീമിന്
വീണ്ടും സമയം നീട്ടി നൽകിയിട്ടുണ്ട്. 28/2/2025 വരെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധനയും റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല. അപ്പോൾ നടത്തിയ പരിശോധനയിൽ, അതായത് 4/3/2025 മുതൽ 14/3/2025 വരെ ആണ് സമയം ഇപ്പം നീട്ടി നൽകിയിട്ടുള്ളത്. നേരത്തെ നടത്തിയ പരിശോധന 4/2/2025 മുതൽ 7/2/2025 വരെയാണ്. അതിലെ കണ്ടെത്തലാണ് ഞാനിവിടെ പറഞ്ഞത്. സമയം 14/3/2025 വരെ സമയം നീട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി പരിശോധന നടക്കുകയാണ്. അപ്പൊ അത്തരമൊരു കാര്യത്തിലാണ് ഗൗരവമായ ക്രമക്കേടുകൾ ഉള്ളതുകൊണ്ടാണ് സമയം നീട്ടി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതുപോലൊരു കാര്യത്തിൽ ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ ഇത്തരത്തിൽ ആ ക്രമക്കേടുകളെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് ഉന്നയിച്ച് പ്ലീസ് അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടി ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ ഈ സഭയ്ക്ക് ഉറപ്പ് നൽകുന്നു, അങ്ങേക്ക് ഉറപ്പ് നൽകുന്നു. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അങ്ങ് ഉന്നയിച്ചത് സഭയുടെ നടപടിച്ചട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്പീക്കറുടെ നിർദ്ദേശങ്ങൾ 1A പ്രകാരമുള്ള ഒരു വിശദീകരണം മാത്രമാണ്. ആയതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മറുപടി നൽകി. ഇക്കാര്യത്തിൽ പ്രിവിലേജ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഉന്നയിക്കണമെങ്കിൽ അങ്ങ് പ്രത്യേക നോട്ടീസ് നൽകേണ്ടതാണ്.